എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ട റീഡിങ് എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഒരു റീഡിങ് വേണമെങ്കിൽ, ജനറൽ റീഡിങ് കേട്ടോ, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ഒന്നും ചോദിക്കരുത്. ജനറലായിട്ട് നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഇട്ടോളൂ, ഞാൻ നോക്കി ചെയ്യാം. ഓക്കെ. ഇന്ന് ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്നും തടുക്കുന്ന ആ ഒരു ഒബ്സ്റ്റിക്കിൾ ഉണ്ടല്ലോ, അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വൈ ദേ ആർ നോട്ട് കോണ്ടാക്റ്റിംഗ് യു? എന്താണ് അവരെ തടുക്കുന്നത്? ഇത് ആബ്സൊല്യൂട്ട്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാർക്ക്, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലുള്ളതല്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്താണ് പ്രശ്നം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അവിടെ ഒരു തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ. പക്ഷേ ടോട്ടലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളെ കോണ്ടാക്ട് ഒന്നും പറയാതെ പോയവരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കേസിൽ നമുക്ക് ഒന്ന് നോക്കിയാലോ, അവരെന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ക്ലോഷർ തരാത്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റീഡിങ് തുടങ്ങാം നമുക്ക്. ഇന്നും ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് സെറ്റ് ഓഫ് കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. Divine, please guide. What are the obstacles that are stopping from my viewer's person in contacting them in a totally no contact situation? In a totally no contact situation, what is that one obstacle that is stopping my viewer's person from contacting them? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണെ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്നും തടുക്കുന്ന ആ ഒബ്സ്റ്റേക്കിൾ ടോട്ടലി നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് എന്താണ് എന്ന് കാണിച്ചു തരൂ ഡിവൈൻ. പ്ലീസ് ഹെൽപ്പ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ തീരെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതിലുള്ള റീസൺ എന്താണ് എന്ന് കാണിച്ചു തരൂ പ്ലീസ്. Please help. Ace of Pentacles വീണു. Okay, Three of Swords, Page of Pentacles, Ace of Cups, Hierophant, Temperance, Four of Swords, King of Swords, and Ten of Pentacles. ഇപ്പം ഞാൻ കാർഡ്സ് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ, എന്തൊക്കെയാണ് റീസൺ എന്നുള്ളത്. ഓക്കെ, ഈ കാർഡ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന്. ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് സോഡിയാക്സ് എന്താണെന്ന് പറയാം. ഹെയറോഫൻ്റ് വെച്ചിട്ട് ടോറസ് ഋഷഭരാശി, അതേപോലെ ടെമ്പറൻസ് സാജിറ്റേറിയസ് ധനു, ഇത് രണ്ടും മേജർ അർക്കാന കാർഡ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിൽ രണ്ടിൽ പെടുന്നവരായിരിക്കണം. പെൻറ്റക്കിൾസ് വെച്ചിട്ട് ടോറസ് വിർഗോ കാപ്രിക്കോൺ, ഋഷഭൻ കന്നി, മകരം. സ്വാർട്സ് ഉണ്ട് ലിബ്ര ജെമിനി അക്വേറിയസ്, തുലാം മിഥുനം, കുംഭം. പെൻറ്റക്കിൾസായി പിന്നെ ഏസ് ഓഫ് കപ്സ് ഉണ്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. എല്ലാം ആയില്ലേ? പെൻറ്റക്കിൾസ്, സ്വാർട്സും ഉണ്ട് അല്ലേ? സ്വാർട്സും ഉണ്ട്. സ്വാർട്സ് ഞാൻ പറഞ്ഞോ, ലിബ്ര ജെമിനി അക്വേറിയസ്, തുലാം മിഥുനം, കുംഭം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ എല്ലാ സോഡിയാക്സും തന്നെ ഉണ്ട്. ചെറിയ ലെവലിൽ കൂടുതൽ ആൾക്കാരും ടോറസിലോ സാജിറ്റേറിയസിലോ പെട്ടവരായിരിക്കാനാണ് സാധ്യത. പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് അവർക്ക് എവിടെയോ ഒരു പുതിയ തുടക്കം കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ ഒരു പുതിയ ജോലിയായിട്ട് അവർ നിങ്ങളിൽ നിന്ന് ദൂരെ മാറിപ്പോയിരിക്കാം. ഓക്കെ, ഒരു സ്പേസ് നിങ്ങളുടെ ഇടയിൽ വന്നു, അങ്ങനെ കോണ്ടാക്റ്റ് കുറഞ്ഞു, അങ്ങനെ അവർ വിട്ടുപോയി. അങ്ങനെ അവർ പുതിയ ജോലിയൊക്കെ ആയിട്ട് അവർ സ്ഥലം മാറിപ്പോയി. അവർക്കൊരു ഇൻഫാച്വേഷൻ ആയിരുന്നിരിക്കാം നിങ്ങളുടെ അടുത്ത്
ഒരു യഥാർത്ഥ സ്നേഹമായിരുന്നിരിക്കില്ല ചിലപ്പോൾ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ട് അവർ പോയൊരു സിറ്റുവേഷനാണ്. അവർ സീരിയസ് അല്ലായിരുന്നു നിങ്ങളുടെ അടുത്ത്, അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. രണ്ടാമത് ഏസ് ഓഫ് പെൻറ്റക്കിൾ സെക്കൻഡ് സിനാറിയോ, ഒരു പക്ഷേ അവർക്കൊരു ന്യൂ ഫാമിലി ലൈഫ്, ഒരു ന്യൂ പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ന്യൂ ലവ് ഒക്കെ അവർക്ക് ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ നിങ്ങളായിട്ട് ഒരു പക്ഷേ സീരിയസ് ആയിരുന്നിരിക്കില്ല, അവർ വേറൊരു സീരിയസ് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്ലർട്ടീഷ്യസ് രീതിയിലായിരിക്കണം നിങ്ങളുടെ അടുത്ത് പെരുമാറിയിട്ടുണ്ടാവുക. പക്ഷേ ഇവർക്ക് മറ്റൊരു സീരിയസ് ബിഗിനിങ് എവിടെയോ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു പെരുമാറ്റമോ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയോ സംശയിച്ചിരിക്കുകയോ, നിങ്ങൾ സംശയകരമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് കാണും, അവരെ സംസാരിച്ചിരിക്കാം. അല്ലെങ്കിൽ വേറെന്താണ്, ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നിരിക്കാം. അങ്ങനെയൊക്കെ ഒരു കൺട്രോൾ ഇഷ്യൂസ് വരുന്നവിടെ അവർക്ക് മനം മടുത്തിട്ട് അവരൊരു ബ്രേക്കപ്പായിട്ട് പോയതായിരിക്കാനും സാധ്യതയുണ്ട്. അവർക്കൊരു മേജർ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും, നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടില്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. നോ കോണ്ടാക്റ്റ് ആയിരിക്കും, പക്ഷേ നിങ്ങളെ ഒന്നുകിൽ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പാടെ തള്ളിക്കളഞ്ഞിട്ട് പോയിരിക്കുകയല്ല അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെയർ അബൌട്ട്സ്, നിങ്ങൾ തമ്മിലൊരു ഹാർട്ട് ബ്രേക്കാണ്, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ വെയർ അബൌട്ട്സ്, നിങ്ങളുടെ ഡി പി, നിങ്ങളുടെ അപ്ഡേറ്റ്സ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എല്ലാം ഒരു പക്ഷേ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഒരു ഫേക്ക് ഐ ഡി ഒക്കെ വെച്ചിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ പറ്റിയിട്ട് അപ് ടു ഡേറ്റ്, അത് നിങ്ങളും ആവാം കേട്ടോ, വൈസ് വെർസയും ആവാം, നിങ്ങൾ അവരെ സ്റ്റോക്ക് ചെയ്യുന്നതും ആവാം. ഓക്കെ, അങ്ങനത്തെയും ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എടുത്തതിന് ശേഷമേ ഇതുമായിട്ട് എന്താണ് ബന്ധം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു മെസ്സേജോ എന്തെങ്കിലും ഓൺലൈൻ റിലേറ്റഡ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങളോ അവരോ, നിങ്ങളെപ്പറ്റി അവരോ അവരെപ്പറ്റി നിങ്ങളോ കണ്ടിരിക്കാം. അത് വെച്ചിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. ഒരു പക്ഷേ ഇവർ മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്നതോ ഇതൊക്കെ ഒരു ഫാമിലിയിലാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ മാരിറ്റൽ സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഒരു പക്ഷേ നിങ്ങളൊരു വൈഫാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന നിങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ബ്രേക്ക് വന്നിരിക്കാം. അവർ നിങ്ങളെ എങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ളൊരു നാണക്കേട് ഓർത്തിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം. തിരിച്ചും അങ്ങനെ ആയിരിക്കാം കേട്ടോ. ഹസ്ബൻഡാണ് വൈഫിൻ്റെ മൾട്ടിപ്പിൾ ചാറ്റ്സ് കണ്ടുപിടിച്ചു, അതിലൊരു ഇഷ്യൂ ഉണ്ടായി, അങ്ങനെയുമായിരിക്കാം. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, അവർക്ക് മറ്റൊരു സ്നേഹബന്ധം ഉണ്ടായിരിക്കുന്നു. അവർ മറ്റൊരു സ്നേഹത്തിൽപ്പെട്ട് മറ്റൊരു റിലേഷനിൽ പെട്ടിട്ട് നിങ്ങളെ വിട്ടു പോയിരിക്കുകയാണ്. മാരീഡ് ആയിരിക്കണമെന്ന് അവിടെ നിർബന്ധമില്ല, ഒരു സ്നേഹബന്ധമാണ്. ഓക്കെ, നിങ്ങളൊരു സ്പൗസാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ മറ്റൊരു റിലേഷനിൽ പെട്ട് നിങ്ങളെ വിട്ടുപോയതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാണ്, നിങ്ങൾ മറ്റൊരു സ്നേഹത്തിൽ പെട്ടിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ആ റിലേഷനിൽ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. ഹെയറോഫൻറ്റ് പറയുമ്പോൾ മാരീഡ് പേഴ്സൺ ആണ്, അറിയാലോ, അവർ ഓൾറെഡി ഒരു മാരേജിൽ ഉള്ള ആളാണ്, അവർക്കൊരു കമ്മിറ്റഡ് റിലേഷൻ ഉണ്ട്. ഒരു മാരീഡ് പേഴ്സൺ ആണ്, കമ്മിറ്റഡ് റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്. ഓക്കെ, കമ്മിറ്റഡ് ആയത് കാരണം നിങ്ങളുമായിട്ട് ആ ബന്ധം തുടരാൻ അവർക്ക് ആഗ്രഹമില്ല, അതുകൊണ്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, അതുപോലെ അവരുടെ റിലീജിയസ് ബിലീഫ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, വീട്ടിൽ നിന്നുള്ള എതിർപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കും. അവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്താണ് കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, ഇതെല്ലാം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ കമ്മ്യൂണിറ്റി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും വിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ
കഴിയില്ല. അതുകൊണ്ടാണ് വീട്ടുകാരെ ഒന്ന് എതിർത്തിട്ട് അവരൊന്നും ചെയ്യില്ല. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടാനുള്ള പ്രോപ്പർട്ടി അതൊന്നും വിട്ടിട്ട് അവർ എനിക്ക് സ്നേഹം മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് വൈഫോ ഹസ്ബൻഡോ ഉണ്ടായിരിക്കും. ആ ബന്ധം ഉപേക്ഷിച്ച് അവർക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നത്. ടെമ്പറൻസ് കുറേ പേരെങ്കിലും ഒരു സ്പിരിച്വൽ ഭാഗത്തിലേക്ക് പെട്ടെന്നൊരു ചായ്വ് വന്നിട്ട് അങ്ങനെ മാറിപ്പോയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും എക്സിസ്റ്റിംഗ് മാരേജിൽ ഉള്ളതായിരിക്കണം. ഒരു ഹസ്ബൻഡോ വൈഫോ വല്ലതും പെട്ടെന്ന് ഒരു റിലീജിയസ് എഫിനിറ്റി വന്നിട്ട് പെട്ടെന്നൊരു എനിക്ക് ഈ ലൈഫ് വേണ്ട, ഫാമിലി ലൈഫ് എനിക്ക് വേണ്ട, എനിക്ക് ഇനി ഈ ഇതുപോലെ ഒരു സ്പിരിച്വൽ ലൈഫ് മതി എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ളവരുണ്ടായിരിക്കാം. അതുകൊണ്ടും കൂടെയാണ് അവർ ആ ഒരു ലൈഫിൽ അവർ അങ്ങനെ അങ്ങ് പെട്ടുപോയിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സും കാണുന്നുണ്ട്. അങ്ങനെ പോയവരും ഉണ്ടാവാം. ടെമ്പറൻസ് വെച്ചിട്ട് വേറൊരു ഇതുള്ളത്, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിരിക്കാം. നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. അവരതിൽ നിന്ന് ഹീലായിട്ടില്ല. അവർ ആ ഹീലിംഗ് പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ. അറ്റ് പ്രസൻറ്റ് അവർ ഹീൽഡ് ആയിട്ടില്ല. ഹീലാവാത്ത സ്ഥിതിക്കാണ് അവർ നിങ്ങളുടെ അടുത്ത് അവർക്ക് തീവ്രമായ ദേഷ്യമുണ്ട്. ഓക്കെ, ആ തീവ്രമായ ദേഷ്യം ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. ടോട്ടലി ബ്ലോക്ക്ഡ് ആയിരിക്കണം. ഇവിടെയും അത് തന്നെയാണ്. ടോട്ടലി ഒരു ബ്ലോക്ക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ടോട്ടലി നെഗറ്റീവ് കാർഡാണിത്. അവർ ഈ ബന്ധത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് സന്തോഷമല്ല, സ്ട്രെസ്സാണ് തോന്നുന്നത്. ഓക്കെ, ഈ ബന്ധത്തെക്കുറിച്ച് ആലോചിച്ച് സന്തോഷകരമായിട്ട് അവർക്ക് ആലോചിക്കാനും മാത്രം ഒന്നുമില്ല. ഇതൊരു എക്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളൊരു അതായത് ടോട്ടലി ബ്രേക്കപ്പ് ആയിപ്പോയ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കണം, സെപ്പറേറ്റഡ് ആയിരിക്കണം, ഡിവോഴ്സ്ഡ് ആയിരിക്കണം. അങ്ങനത്തെ കേസിലാണ് അവർക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കിങ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് അവരുടെ ഈഗോ വളരെ സ്ട്രോങ് ആയത് കാരണം അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു വഴക്കോ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ പോലും അവർക്ക് ഒരു സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യമില്ല. ചുരുക്കം അതാണ്. ഓക്കെ, ഇത് പല സിനാറിയോസിലുള്ള ആൾക്കാരാണ്. ഇത് ഓരോന്നും ഓരോരുത്തർക്ക് ഉള്ളതായിരിക്കും. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഉള്ളതായിരിക്കും. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ഞാൻ എസ്പെഷ്യലി പറഞ്ഞല്ലോ, ഇത് ന്യൂ ലവിനായിരിക്കും, ഇത് എക്സിസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഓരോ ഇതിലും എല്ലാ റീഡിങ്ങിലും തന്നെ ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഹെയറോഫൻ്റെ ഞാൻ പറഞ്ഞു അതൊരു മാരീഡ് പേഴ്സൺ ആണെന്ന് എസ്പെഷ്യലി പറഞ്ഞു. ഏസ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞു ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി വേറൊരു സ്നേഹത്തിൽ പെട്ടതായിരിക്കുമെന്ന്. അങ്ങനെ ഓരോരോ സിറ്റുവേഷനിലാണ്. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ആർക്ക് എങ്ങനെ റെസനേറ്റ് ആവുന്നു അത് ആ കാർഡ് മാത്രം നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കുക. ഓക്കെ, അതേപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവിടെ അവർ ഒന്നുകിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണത്തിന് എഗ്രി ചെയ്തു. ഓക്കെ, ഫാമിലിയെ എതിർക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു കല്യാണത്തിന് എഗ്രി ചെയ്തു. പല സിനാറിയോസാണ്. ഓക്കെ, ഒന്നുകിൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആലോചിച്ചിട്ട് ഒരു കല്യാണത്തിന് എഗ്രി ചെയ്തു, അല്ലെങ്കിൽ ഫാമിലി എതിർക്കാൻ വയ്യ അതുകൊണ്ട് ഒരു കല്യാണത്തിന് എഗ്രി ചെയ്തു. അങ്ങനെ നിങ്ങളെ വിട്ടുപോയി. അങ്ങനെ ആവാം. എക്സിസ്റ്റിംഗ് ഒരു ഫാമിലി മാരീഡ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ, അവർ ആ ബന്ധത്തിൽ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു എക്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. അതാണ് അവരുടെ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത്. അതാണ് അവർക്കൊരു ഫാമിലി ഉണ്ട് അവിടെ. അത് പാരൻസ് ആവാം, സ്പൗസ് ആവാം, ആരും ആവാം. ചിലപ്പോൾ കുട്ടികളായിരിക്കാം. ഓക്കെ, പാരൻസ് തന്നെ ആവണമെന്നില്ല. ഈവൻ ഹസ്ബൻഡോ വൈഫോ ഇല്ലാത്തവരാണ്, അവർക്ക് കുട്ടികളുണ്ട്, പക്ഷെ അവർ കുട്ടികളെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാം. അങ്ങനെ ഒരു കാർഡിന് തന്നെ പല പല അർത്ഥങ്ങൾ നമ്മൾക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, ആ സിനാറിയോ അനുസരിച്ച് നിങ്ങൾ എടുത്തോളുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ.
ആ കാർഡ് മാത്രം റിലേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ എല്ലാ കാർഡും ഒന്ന് സിമ്പിളായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്തെടുക്കാം. ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. കണ്ടോ, 10 ഓഫ് സ്വാർഡ്സ്. പെയിനിലാണ്, അതൊരു പെയിൻഫുൾ എൻഡിങ് ആയിരുന്നു നിങ്ങൾക്കോ അവർക്കും ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. നിങ്ങൾക്ക് ആണ് ആ പെയിൻഫുൾ എൻഡിങ് കാണുന്നത് മേജറായിട്ട്. എനിക്ക് അവർ നിങ്ങളെ വിട്ടിട്ട് പോയി, ദറ്റ്സ് എ പെയിൻഫുൾ എൻഡിങ് ഫോർ യു. അത് ആദ്യം അവിടെ നിന്നൊരു നെഗറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ആ ഒരു സിനാറിയോയിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ 3 ഓഫ് സ്വാർഡ്സ്. കണ്ടോ, നെഗറ്റീവ് കാർഡ്സ് തന്നെ വരുന്നുണ്ടോ. 8 ഓഫ് കപ്സ്, അതും ഒരു വാക്കിംഗ് അവേ സിറ്റുവേഷനാണ്. സിറ്റുവേഷനിൽ നിന്ന് അവർ വിട്ടുപോയി കഴിഞ്ഞു. ഓക്കെ, 3 ഓഫ് സ്വാർഡ്സ് വന്നിട്ട് ഒരു ഹാർട്ട് ബ്രേക്ക്, ടോട്ടലി ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ അവർ ആ ബന്ധത്തിൽ നിന്ന് നടന്നു പോയി കഴിഞ്ഞു, അതിനെ ഉപേക്ഷിച്ച് അവർ പോയി കഴിഞ്ഞു. അവരുടെ സൈഡിൽ നിന്ന് കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഞാൻ ഷഫ്ലിംഗ് ചെയ്തില്ല, അതുകൊണ്ട് കാർഡ് ഞാൻ എടുക്കുന്നില്ല. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ജഗ്ലിംഗ് 2 ഓഫ് പെൻറ്റക്കിൾസാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ കൺഫ്യൂഷൻ, അത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കേസിലാണ് വരുന്നത്. അതായത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സായിട്ട് ഒരേ സമയം ചാറ്റ് ചെയ്തിരിക്കാം, നിങ്ങളത് കണ്ടിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ അവർ വിട്ടുപോയതാണ്. പ്രോബബ്ലി ചാറ്റ് ചെയ്ത പേഴ്സണുമായിട്ട് അവർക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, മാനസികമായിട്ടോ അല്ലെങ്കിലോ, അതായത് പതിവ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂടുതൽ ഒരു ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അത് കാരണം നിങ്ങളൊരു ചോയ്സായിരുന്നു അവർക്ക്. അതായത് നിങ്ങളല്ല അവരുടെ അൾട്ടിമേറ്റ് ചോയ്സ്, നിങ്ങളൊരു 2 ചോയ്സിൽ ഒന്നായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവരിപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നത്. ഈ കൺഫ്യൂഷൻ മാറിയാൽ ഒരു പക്ഷേ കോണ്ടാക്റ്റ് ചെയ്യാനും മതി. കേസ് ബൈ കേസ് സിനാറിയോ ആണ്, എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല. ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ്. ഏതാണോ ഈ കേസുകളിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക. കാരണം ഒരാളല്ല വീഡിയോ കാണുന്നത്, ഒരുപാട് പേര് കാണുന്നുണ്ട്. ആ ഒരുപാട് പേരുടെ എനർജിയും ഇതിൽ കാണും. എല്ലാവരുടെയും ലൈഫിൽ ഒരേ സിനാറിയോ അല്ല, അത് അറിയാമല്ലോ. അപ്പോൾ അതാത് ആൾക്കാർ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നത് അതാത് റീസൺ കൊണ്ടായിരിക്കും അല്ലേ, എല്ലാവർക്കും ഒരേ റീസൺ അല്ലല്ലോ. അപ്പോൾ ഓരോ കാർഡ് ഓരോരുത്തരുടെ എനർജി ആയിരിക്കും പിക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം എടുക്കുക. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ദ വേൾഡ് കാർഡാണ്. അപ്പോൾ ഞാൻ ഏസ് ഓഫ് കപ്സ് മുകളിൽ വെച്ചിട്ട് വേൾഡ് താഴേക്ക് വയ്ക്കാം. ദ വേൾഡ് വന്നവിടെ നമ്മൾ വിചാരിക്കേണ്ടി വരും അവർ നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ ഡിസ്റ്റൻസിലാണ്. ഇപ്പോൾ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ജോലി സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ അവർ നിങ്ങളെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു പുതിയ സ്നേഹബന്ധത്തിൽ പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത്. അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കുക തന്നെ വേണം. കാരണം അവരുടെ കയ്യിലാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അവിടെ ഒരു ചാൻസ് വിട്ട് കളയാൻ പറ്റില്ല. ഒരു പക്ഷേ ആ ഒരു റിലേഷൻ വിട്ടു പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് തിരിച്ച് കോണ്ടാക്റ്റിൽ വരാം. അതെനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് ഒരു എസ് ഓർ നോ, നമുക്ക് എല്ലാ കാർഡ്സിനും ഒരു എസ് ഓർ നോ ഞാൻ നോക്കാം ലാസ്റ്റിൽ. ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്. ഹെയറോഫൻറ്റിൻ്റെ കാർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല, ഞാൻ പറഞ്ഞ സിനാറിയോസ് മൂലം. ഓക്കെ, പക്ഷേ അതിൽ നിന്ന്
ഒരു ഒരു പക്ഷേ ഒരു വീട്ടുകാരുടെ അപ്രൂവലിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. എക്സ്ട്രാ മാരിറ്റൽക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എക്സ്ട്രാ മാരിറ്റൽക്കാരുടെ കാര്യത്തിൽ ഒരു പക്ഷേ അവരൊരു സെപ്പറേഷനൊക്കെ വേണ്ടിയിട്ട്, വൈഫുമായിട്ട് ഒരു ഡിവോഴ്സിനൊക്കെ വേണ്ടിയിട്ട്, വൈഫോ ഹസ്ബൻഡോ ആയിട്ട് കേട്ടോ, സ്പൗസുമായിട്ട് ഒരു ഡിവോഴ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം. ആ ഒരു റിലേഷനിൽ നിന്ന് സെപ്പറേറ്റഡ് ആയാൽ മാത്രമേ അവർക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു വെയിറ്റിംഗ് പീരീഡായിട്ടാണ് കാണുന്നത്. മേ ഓർ മേ നോട്ട് കോണ്ടാക്റ്റ് എന്നേ അവിടെ നമുക്ക് പറയാൻ പറ്റൂ. ടെമ്പറൻസ് ഈ അത് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വലായിട്ട് നിങ്ങളെ വിട്ടുപോയ ആ കേസല്ല, അല്ലാതെ നിങ്ങളായിട്ടൊരു വഴക്കുണ്ടായി, അവർ ഹീൽ ചെയ്തിട്ടില്ല, നിങ്ങളുടെ അടുത്ത് ദേഷ്യത്തിലിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കേസിൽ അവർ ഹീലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ക്ലാരിഫൈ 4 of swords. Clarify 4 of swords. ഇതും എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഇതൊരു യെസ്സോ ആണോ നോ ആണോ എന്ന്. ആക്ച്വലി ഇതൊരു യെസ് കാർഡാണ്, ഒരു പോസിറ്റീവ് കാർഡാണ്. പക്ഷേ നിങ്ങൾ അതിൽ നമുക്ക് എക്സ്പ്ലനേഷൻ വന്നത് അവർക്ക് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് അവർ, അതായത് നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, അതൊരു ഒരു ക്ലോസ്ഡ് കേസാണ്. നിങ്ങൾക്കൊരു ക്ലോഷർ തന്നിട്ടാണ് അവർ സെപ്പറേറ്റഡ് ആയിരിക്കുന്നത്. നിങ്ങളൊരു സ്പൗസ് ആയിരിക്കാം, നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിരിക്കും. സെപ്പറേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വിഷമതകൾ മാത്രം ഉള്ള ഒരു കാർഡാണത്. ഒരു പക്ഷേ ഇത് അവർ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ കാർഡായിരിക്കണം. അതായത് നിങ്ങൾ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്ന്, ടോട്ടലി ബ്രേക്കപ്പ് അല്ല, സെപ്പറേഷൻ സിറ്റുവേഷനിൽ നിന്ന് സ്വയം ഹീൽ ചെയ്ത് പുറത്ത് വരും എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു പോസിറ്റീവ് കാർഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഒരു നല്ല തീരുമാനത്തിലെത്തി. കാരണം നിങ്ങൾ വളരെ പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരാളാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ നിന്നും ഹീൽ ചെയ്ത് പുറത്തേക്ക് വരും എന്നാണ് ഞാൻ ഈ കാർഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ക്ലാരിഫൈ കിങ് ഓഫ് സോർഡ്സ്. നിങ്ങൾ മനസ്സിലാക്കുന്നു അവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് ലൈഫിൽ മൂവ് ഓൺ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കും എന്നേ ഞാൻ ഈ കാർഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുള്ളൂ. ക്ലാരിഫൈ കിങ് ഓഫ് സോർഡ്സ് പ്ലീസ്. ദ ടവർ കാർഡാണ് വന്നിരിക്കുന്നത്, നെഗറ്റീവ് കാർഡാണ്. അവരുടെ ഈഗോ ആണ് അവിടെ അവരുടെ പ്രശ്നമെങ്കിൽ, ഈഗോ മൂലം അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ടവർ മൂവ്മെൻറ്റ് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഓക്കെ, അവർക്ക് താഴ്ന്നു തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളും ഞാൻ ഒരു ഇത് പറയാം, ഒരു പരിധി വരെയൊക്കെ നമുക്ക് താഴ്ന്നു കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റല്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പോയി സോറി പറയണം എന്നൊക്കെ പറയുന്നവിടെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തുണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാവുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകാം. പക്ഷെ നിങ്ങൾ മാത്രം താഴ്ന്നു കൊടുക്കണം എന്ന് പറയുന്നവിടെ അത് ഒരു ബുദ്ധിമുട്ടായ സിറ്റുവേഷൻ ആയിരിക്കും. അവർ താഴാൻ തയ്യാറല്ല, അതുകൊണ്ടുള്ള ടവർ മൂവ്മെൻ്റാണത്. ഇവിടെയും കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കുറവാണ്. Clarify 10 of Pentacles. Clarify 10 of Pentacles. Page of Cups. ഓക്കെ, ഫാമിലിയാണ് അവിടെ തടസ്സമെങ്കിൽ, അച്ഛൻ, അമ്മ, എക്സ്റ്റെൻഡഡ് ഫാമിലി അങ്ങനെയൊക്കെയാണ് അവിടെ തടസ്സമെങ്കിൽ അവർ അതിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, അവർ പറഞ്ഞ് ഹീൽ ചെയ്യും, അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുക. ഓക്കെ, നിങ്ങൾക്കൊരു മെസ്സേജോ എന്തെങ്കിലുമൊക്കെ അയക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കും. ഓക്കെ, കാരണം പേജ് എന്ന് പറയുന്ന മെസ്സേജ് റിലേറ്റഡ് കാർഡാണ്. അപ്പോൾ അതിന് ഒരു കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് കേസ് സിനാറിയോയിൽ ഒരു നോ ആണ്, സെക്കൻഡിലും നോ ആണ്, പേജ് ഓഫ് പെൻറ്റക്കിൾസിൽ മേ ബി ആണ്. ഓക്കെ, അത് നമുക്ക് ഈ കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ ദി വേൾഡ് ആൻഡ് ഏസ് ഓഫ് കപ്സ്.
will my viewers person contact them in this case? Will my viewers person contact them in this scenario? Please give me an yes or no answer. കൺഫ്യൂഷൻ ആണ് കേട്ടോ. ഹി ഓർ ഷീ ഈസ് കൺഫ്യൂസ്ഡ്. അവരൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ കോൺഫ്ലിക്റ്റിലാണ് അവർ. അതൊരു മേ ബി കാർഡാണ്. മേ ബി കോണ്ടാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പാടെ തള്ളിക്കളയാറായിട്ടില്ല. ഒരു പക്ഷേ കോണ്ടാക്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. മാരീഡ് പേഴ്സൺ ആണെങ്കിൽ അവരൊരു സെപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് പീരീഡിലാണ്. ടെമ്പറൻസിൻ്റെ കേസിൽ ഒരു കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഡിവോഴ്സ്ഡ് പേഴ്സണൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വരും. ഹീൽ ചെയ്ത് പുറത്ത് വന്ന് അവർ കോണ്ടാക്ട് ചെയ്താൽ പോലും നിങ്ങൾ ബോധേഡ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ വരും. കിങ് ഓഫ് സ്പോർട്സ് ആണെങ്കിൽ അവരുടെ ഈഗോ മൂലമാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അതൊരു ടവർ മൊമെൻ്റ് തന്നെയാണ്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഫാമിലിയാണ് ഒബ്സ്റ്റേക്കിളെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്നൊക്കെ നോക്കാം. എന്തൊക്കെ റിലേറ്റഡ് ആയിട്ട് എന്താ മെസ്സേജ് വരുന്നത് നമുക്ക് നോക്കിയാലോ. റിലേറ്റഡ് ആയിട്ട് തന്നെയാണോ വരുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ഡിവൈൻ, ഇൻ ദിസ് സെപ്പറേഷൻ സിനാറിയോ വാട്ട് ആർ ദ മെസ്സേജസ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ ഫോർ ദം? പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗിവ് us മെസ്സേജസ് ഫ്രം my viewers person to them in a separation scenario. What is the truth? ഒരു സംശയം. ഓക്കെ, നിങ്ങളെ സംശയിച്ച് ആ സിറ്റുവേഷനിൽ നിന്ന് വാക്ക് അവേ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സംശയിച്ചിട്ടാണ് വിട്ടുപോയതെങ്കിൽ അവർ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ട്രൂത്ത് എന്ന്. വിൽ ദിസ് പെയിൻ നെവർ സ്റ്റോപ്പ്? കണ്ടോ, അവരും ഹാപ്പി ഒന്നുമല്ല, അവരും വേദനയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെവിടെ എന്താ വന്നേ? പെയിൻ, വേദന അല്ലേ? ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങളുടെ മനസ്സെന്താണെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് പറയണത്. കൺഫ്യൂഷൻ കണ്ടോ, ആ കാർഡിൻ്റെ നേരെ തന്നെയാണ് വന്നത്. ചൈൽഡ്ഹുഡ് ട്രോമ, അവർ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ ഈ സെപ്പറേറ്റഡ് പേഴ്സണിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളതായിരിക്കും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് പോസിബിൾ അല്ലാതെ നിങ്ങൾ പിരിഞ്ഞതായിരിക്കാനും സാധ്യതയുണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. ഐ വോണ്ട് ടു ബി ഡിഫറെൻറ്റ്. അവരിപ്പോൾ അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കത് ആ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം, അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈഗോക്കാരുടെ ആയിരിക്കണം ഇത്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, അതും ഒരു സെപ്പറേഷൻ്റെ റീസൺ ആയിരുന്നിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അഡിക്ഷൻസിലൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ നിങ്ങളെ പിരിഞ്ഞു പോയതായിരിക്കാം അല്ലേ. പ്ലീസ് ഡു വാട്ട് എവർ ഈസ് ബെസ്റ്റ് ഫോർ യുവർ ഹാർട്ട്. കണ്ടില്ലേ, അവരെ ചിലരെങ്കിലും പറയുന്നത് നിങ്ങളവരെ വെയിറ്റ് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യുമെന്നാണ്. യു ആർ ടു നൈസ്, ഐ ഡോണ്ട് ഡിസേർവ് യുവർ കൈൻഡ്നെസ്. അങ്ങനെ പോയവരുണ്ട്. നിങ്ങൾ അവരെ ഡിസേർവ് ചെയ്യുന്നില്ല, അവർക്കൊരു ബെറ്റർ പേഴ്സണെ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്. ഐ തിങ്ക് ആ ജഗ്ലിങ് വന്നില്ലേ, ലൈക്ക് ചാറ്റിംഗ് ഒക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും. അവർക്കൊരു മനസ്താപം ഉണ്ടായിരിക്കും, നമ്മുടെ ഹസ്ബൻഡ് അല്ലെ വൈഫിനെ ചീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. അത്രയും നല്ലൊരാളെ നമ്മളിനി വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. ലാസ്റ്റ് കാർഡ്, വാട്ട് ഡു യു സീ ഇൻ മീ? നിങ്ങൾ എന്ത് അവരിൽ കണ്ടിട്ടാണ് അവർ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, കണ്ടോ, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കാർഡ്സ് കറക്റ്റായിട്ട് ആൻസർ തരും. ഞാൻ ചോദിച്ചല്ലേ സെപ്പറേറ്റഡ് സിനാറിയോയിൽ എന്താണ് മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടല്ലേ കാർഡ്സ് വന്നത്. കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പ്ലസൻ്റ് ആയിട്ടുള്ള റീഡിംഗ് ആണെന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു റീഡിംഗ് ആണ്, ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും മനസ്സ് ഹീലായിട്ട് വേഗം തന്നെ നിങ്ങൾക്കെല്ലാം ഒരു ക്ലോഷർ കിട്ടട്ടെ. ഒന്നുകിൽ നല്ലൊരു ക്ലോഷർ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാനുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾ ഈ കൺഫ്യൂഷനിൽ നിന്നും ദൈവം മോചിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അറിയാലോ, നിങ്ങൾ ഞാനുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനാണ്.
നിങ്ങളുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ എനിക്കത് സഹായിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് എത്രയും വേഗം കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ടും വിശ്വാസത്തോടെയും ഇരിക്കുക. ഓക്കെ, ബൈ.